അപ്പോ സുരേഷ് ഗോപിക്ക് പിന്നാലെ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും ജനപിന്തുണ വർദ്ധിക്കാൻ പോകുന്നു. കാരണം ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തിനെതിരെ ഒരു പരാതി നൽകിയിരിക്കുന്നു DGPക്ക്. നമസ്കാരം. അപ്പോൾ ആദ്യമേ തന്നെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. അതായത് മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചൊരിക്കല് മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആക്രോശിച്ച ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചാനലാണ് കൈരളി ചാനൽ എന്ന് പറയുന്നത്. അപ്പോ കൃത്യമായിട്ട് നമ്മളുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അദ്ദേഹം അന്ന് മാധ്യമ പ്രവർത്തകരോട് ചൂടായത് അല്ലെങ്കിൽ ക്ഷുഭിതനായത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിലാകെ ഒരു തെറ്റേ മലയാളികൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അതൊരു തെറ്റായിട്ട് പറയാനും പറ്റില്ല. കാരണം അതിലാകെ വന്നിരിക്കുന്നത് കേരളത്തിന് പുറത്ത് ജീവിച്ച ഏതൊരു വ്യക്തിക്കും സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു തെറ്റ് മാത്രമാണ് അതിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് യു തും എന്നൊക്കെ പറയുന്നത് അതേപടി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ നീ എന്നുള്ള ഒരു വാക്ക്, ആ നീ എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം യൂസ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒരേ ഒരു തെറ്റ്. ബാക്കിയെല്ലാം തന്നെ ന്യായീകരിക്കാവുന്ന അല്ലെങ്കിൽ ആ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. കൃത്യമായിട്ട് അതില് ഈ തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലറുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ തൂക്കുകയറിൽ നിന്ന് ഇറക്കുന്നതിന് മുൻപ് CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയി, MLA കൂടിയായിട്ടുള്ള വി ജോയി ഈ അനിലിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തി വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ ഒരു ദേഷ്യം ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആർക്കും തോന്നാവുന്ന ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു പക എന്ന് പറയുന്നത് അത് ഈ സാധാരണ മനുഷ്യനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനും സംഭവിച്ചു. പക്ഷേ അവിടെ ആ ഒരു പ്രകോപിപ്പിക്കുന്ന ചോദ്യം കൂടി ആ പത്രസമ്മേളനത്തില് കൈരളി TVയുടെ മാധ്യമ പ്രവർത്തക ചോദിച്ചു എന്നുള്ളതാണ് അവിടെ ആ പ്രകോപനം പുറത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാരണം എന്ന് പറയാവുന്നത്. അതിനുശേഷം നിങ്ങൾ ഏത് ചാനലാണ് എന്ന് ചോദിച്ചപ്പോൾ കൈരളി TV ആണെന്ന് പറയുകയും ആ കൈരളി TV ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകില്ല, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ എന്നുള്ള ഒരു ഭാഷയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സുരേഷ് ഗോപിക്കെതിരെ ഇതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തക പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപിക്ക് ശേഷം ജനപിന്തുണ ഏറ്റവും കൂടുതൽ നേടാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ മാധ്യമ പ്രവർത്തക, അതായത് അന്ന് ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തക എന്ന് പറയുന്ന കൈരളി ന്യൂസ് TVയുടെ സുലേഖ ശശികുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയായിരുന്നു. അവര് ഇപ്പോ പരാതി കൊടുത്തിരിക്കുന്നത് അവരെ അധിക്ഷേപിച്ചു, ജോലിയെ തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ അപമാനിച്ചു എന്നൊക്കെയാണ് ഇപ്പോ പരാതി കൊടുത്തിരിക്കുന്നത്. DGPക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. DGP ഉടനെ തന്നെ അത് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു അപമാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കൈരളി TVയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് ആ ഒരു അപമാനം നിങ്ങൾക്കുള്ളത്. അതായത് കൈരളി TVയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ അപമാനമാണ്. കാരണം ഈ കൈരളി TV ആണെന്നുണ്ടെങ്കിലും ദേശാഭിമാനിയാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഉദാഹരണം പറയാം. ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഡൽഹിക്ക് പോയപ്പോ പിണറായിയെ പ്രധാനമന്ത്രി കണ്ടു എന്ന് വാർത്ത കൊടുത്തവരാണ് ഈ ദേശാഭിമാനിയും കൈരളി TVയും. അതുപോലെ അന്തം കമ്മികൾക്ക് വേണ്ടി അവരിൽ രോമാഞ്ചം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാർത്തകൾ കൊടുക്കുന്ന ഒരു ചാനലിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ജോലി സ്ഥലത്തുള്ള ഒരു അപമാനം എന്ന് പറയുന്നത്. അപ്പോ ഇതുപോലെയുള്ള പരാതികൾ എന്ന് പറയുന്നത്, അതും സ്ത്രീകളെ ഇറക്കിയുള്ള പരാതി എന്ന് പറയുന്നത് ഈ CPMന്റെ നെറികെട്ട പ്രവർത്തനമാണ്. ഈ CPMന്റെ തലപ്പത്തിരുന്ന് ഇപ്പൊ മുഖ്യമന്ത്രി പദം ചമഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. പിണറായി വിജയന്റെ ധാർഷ്ട്യം, പിണറായി വിജയൻ സാധാരണ ജനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും മറ്റ് ഏത് തൊഴിലാളികളെയും അപമാനിക്കുന്ന അത്രയും അപമാനിക്കൽ വേറൊരു രാഷ്ട്രീയ നേതാവും ഈ കേരള ചരിത്രത്തിൽ തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലെയുള്ള ഓലപ്പടക്കങ്ങൾ ഇറക്കി രാഷ്ട്രീയത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ എന്നുള്ളത് CPMനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വനിതാ മാധ്യമ പ്രവർത്തകയെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും ഇത് ഗതികേടാണ്. കാരണം കൈരളി TVയുടെ ഒരു ശമ്പളം മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്ന് കൊടുക്കേണ്ടി വരും.